എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 12 വാക്യം. ഉൽപ്പത്തി പുസ്തകം 28:12. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് വേണ്ടി അനേക കാര്യങ്ങളെ തുറന്നു തരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തുറന്ന സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം. ദൈവദിനത്തിൽ പലയിടത്തും തുറന്ന സ്വർഗത്തെപ്പറ്റി നമ്മൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ ദൈവം യാക്കോബിന് വേണ്ടി തുറന്ന സ്വർഗത്തെ നമ്മൾ കാണുന്നു. വലിയ സാമർഥ്യം കാണിച്ച് അർഹതയില്ലാത്ത അനുഗ്രഹം തട്ടിയെടുത്തുവെന്ന് സ്വയം അഭിമാനിച്ച യാക്കോബ് പ്രാണരക്ഷാർത്ഥം തൻ്റെ മാതൃ സഹോദരൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. തൻ്റേതല്ലാത്ത ജ്യേഷ്ഠാവകാശം ഒരു പാത്രം പായസം വെച്ച് നീട്ടി വില പറഞ്ഞ് കൈക്കലാക്കി. കണ്ണു കാണാത്ത തൻ്റെ പിതാവ് ഏശാവിനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരുന്നപ്പോൾ കൗശലത്തിൽ ആ അനുഗ്രഹവും തട്ടിയെടുത്തു. ആ ജീവിതത്തിൻ്റെ ശൈലി തന്നെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകർ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഒന്നുമില്ലാത്തവനായി ഒരു മരുഭൂമിയിൽ കല്ല് തലയണയായി വെച്ച് ഉറങ്ങുകയാണ്. ആ സമയത്ത് അവന് വേണ്ടി മാത്രം സ്വർഗം തുറക്കപ്പെട്ടു. താൻ കണ്ട സ്വപ്നത്തിൽ തുറന്ന സ്വർഗവും അതിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് വെച്ച ഒരു ഗോവണിയും അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കണ്ടു. ഒരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ വലിയവനായ ദൈവം ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് അവനോട് വലിയ കാര്യങ്ങൾ അരുളി ചെയ്തു. ഭാവിയെപ്പറ്റി ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ദൈവം അവനെ ഉറപ്പിച്ച് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒന്ന്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. 2, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. 3, പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കും. 4, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 5, ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 6, നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുത്തും. 7, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിയാക്കും. യാക്കോബ് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം ഈ വാഗ്ദത്തങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനപ്പുറവും അവിടുന്ന് വാഗ്ദത്തം ചെയ്തു. സന്തതിയെക്കുറിച്ചും അതിലൂടെ സകല വംശങ്ങളും അനുഗ്രഹകരമായ ഒരു ജീവിതം നയിക്കുമെന്നുമൊക്കെയുള്ള സൂചനയുണ്ട്. പക്ഷേ ശ്രേഷ്ഠമായതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവോ ഒരുക്കമോ ഒന്നും യാക്കോബിനില്ലായിരുന്നു. അവൻ തിരിച്ച് ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: 1, നീ എന്നോടുകൂടെ ഇരിക്കണം. 2, ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാക്കണം. 3, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും വേണം. 4, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവയെല്ലാം അവൻ ചോദിക്കുന്നതിന് മുൻപേ ദൈവം വാഗ്ദത്തം ചെയ്തത് തന്നെയാണ്. അവൻ വീണ്ടും പറയുകയാണ്: എങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും. അതായത് തൻ്റെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് യാക്കോബിന് വേണ്ടത്. അനേകരും ഇങ്ങനെയുള്ള ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിർബാധം സാധിപ്പിച്ചു തരുന്ന ദൈവം. അന്ന് ദൈവം നൽകിയ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഉൾക്കാഴ്ച
യാക്കോബിന് ഇല്ലാതെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ വെച്ച് സൂര്യൻ അസ്തമിച്ചു. 28:11. വീണ്ടും അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി സൂര്യൻ ഉദിച്ചത് ഏകദേശം 20 വർഷത്തിനൊക്കെ ശേഷമാണ്. പെനിയേലിൽ വെച്ച് ദൈവത്തോട് മുഖാമുഖമായി അവൻ ഏറ്റുമുട്ടുന്നുണ്ട്. 32-ാം അധ്യായത്തിൽ സ്വർഗം തുറന്ന് ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ പൂർണ്ണ വിധേയത്വത്തോടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, അതായത് ദൈവവിളിയുടെ മഹത്വം തന്നെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ തൻ്റെ ജീവിതം പാടെ മാറിയേനെ. യാബോക്ക് കടവിൽ വെച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് അനുഗ്രഹം നേടിയെടുത്തു. താൻ യാക്കോബിൽ നിന്ന് ഇസ്രായേലായി മാറി. 20 വർഷം മുൻപ് തനിക്ക് ഇസ്രായേലായി മാറാമായിരുന്നു. എങ്കിൽ പിന്നീടുണ്ടായ കുഴഞ്ഞ ജീവിത അനുഭവങ്ങളൊന്നും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. പാപിക്ക് വേണ്ടി തുറന്ന സ്വർഗം ഇന്നും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. തമ്പുരാൻ മുൻകൈ എടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വരം കേൾക്കാൻ മനസ്സുണ്ടോ? ഹൃദയം തുറന്നു കൊടുക്കാൻ ഒരുക്കമാണോ? എങ്കിൽ നമ്മൾ ധന്യരാവും. നമ്മുടെ ജീവിതം പാടെ മാറി വൈശിഷ്ട്യമേറിയ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാകാൻ നിമിഷങ്ങൾ മതി. ഇത് ഗ്രഹിക്കാനും അനുഭവിക്കാനും സ്വാതന്ത്ര്യം പ്രാപിക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണെന്ന് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു ദൈവം, പിന്മാറ്റക്കാർക്ക് വേണ്ടി ദൈവം സ്വർഗം തുറക്കുന്ന ദൈവമാണ്. ദിവ്യദർശനങ്ങളെ കാണിക്കും. യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ജീവിതത്തിൽ തുറക്കപ്പെട്ട സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവ്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുന്ന ദൈവം. ഇന്ന് പൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ആലോചന നൽകി കാത്ത് സൂക്ഷിച്ച് വഴി നടത്തണമേ. കുറവുകളും കുറ്റങ്ങളും അവിശ്വസ്തതകളുമെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. നീതിയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപ കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഉറവ അവിടുന്ന് നൽകണമേ. പുതിയ ഉൾക്കാഴ്ചകളുടെ സ്വർഗം തുറന്നു നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.